അവിവാഹിതയായ അമ്മ ലോറയും അവളുടെ 15 വയസ്സുള്ള മകൾ മാർഷോയും അവളുടെ സുന്ദരനായ കാമുകൻ സെർജിയും ഒരു നല്ല ആഘോഷമെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി. അന്നേ ദിവസം രാത്രിയിൽ ഒരാവശ്യം പറഞ്ഞ് മാഷ പുറത്തേക്ക് പോകുന്നു. ഈ നിമിഷം നോക്കി അമ്മയായ വേറെയും മകളുടെ കാമുകനായ സെർജിയും ഒരു ചെറിയ കലാപരിപാടികളൊക്കെ നടത്തിയിരിക്കുമ്പോൾ മാഷ തിരികെ വരുന്നു. അമ്മയുടെയും കാമുകൻ്റെയും മുഖത്ത് ഒരു കള്ളലക്ഷണമുള്ളതുപോലെ ഒരു തോന്നൽ മാഷയ്ക്കുണ്ടാകുന്നു. ഇത് മനസ്സിലാക്കിയ സെർജി പെട്ടെന്ന് തന്നെ മാഷയുടെ ശ്രദ്ധ മാറ്റുവാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നു. അതിന് മുഴുവൻ സപ്പോർട്ടും അമ്മയായ വേറെയും നൽകുന്നു. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴും മാഷയുടെ നോട്ടം മുഴുവനും കാമുകനിലും അമ്മയായ വേറെയിലുമായിരുന്നു. അങ്ങനെ ആഹാരമെല്ലാം കഴിച്ചതിന് ശേഷം മാഷ തൻ്റെ അമ്മയുടെ മടിയിൽ കിടന്ന് കാമുകൻ സെർജിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ചോദിക്കുന്നു. ആണുങ്ങളെ പൊതുവെ താല്പര്യം കൂടുതലുള്ള ആളാണ് മാഷ. അത് അമ്മയായ വേറയ്ക്കും അറിയാം. അതുകൊണ്ട് തന്നെ സെർജിയെക്കുറിച്ചുള്ള നല്ല കാര്യങ്ങൾ മാത്രം പറയുവാൻ വേറെ ശ്രദ്ധിക്കുന്നു. അടുത്ത ദിവസം രാവിലെ ജോലിക്ക് പോവുകയാണ് ലോറ. ആരോ തന്നെ പിന്തുടരുന്നത് പോലെ ഒരു തോന്നൽ ലോറയ്ക്കുണ്ടാകുന്നു. ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോഴും ബസ്സിലൊന്നും കയറുവാൻ കഴിയുന്നില്ല. അടുത്ത് നിൽക്കുന്ന സുന്ദരനായ കൗമാരക്കാരനെ നോക്കണോ വേണ്ടയോ എന്നൊരു തോന്നൽ. അതോടൊപ്പം ആരോ തന്നെ പിന്തുടരുന്നുണ്ടോ എന്നൊരു സംശയവും. ആകെ വല്ലാത്തൊരവസ്ഥയാണ് ലോറയ്ക്ക്. അങ്ങനെ തൻ്റെ മാനസികാവസ്ഥയൊക്കെ ഒന്ന് മാറ്റുന്നതിന് വേണ്ടി ഒരു ഡോക്ടറിനെയും കണ്ട് അതിവേഗം വീട്ടിലേക്ക് വരികയാണ് ലോറ. വീട്ടിലെത്തിയ വേറെ മകളെ ഒന്ന് പറ്റിച്ച് പിന്നീടൊന്ന് പുറത്തേക്കിറങ്ങി ആഹാരമെല്ലാം കഴിക്കുന്നു. ഈ നിമിഷം തന്നെ ആരോ പിന്തുടരുന്നുള്ള തോന്നൽ അവൾക്കുണ്ടാകുന്നു. അതിനുശേഷം സെർജിയോടൊപ്പം ഒരു നല്ല കലാപരിപാടികൾ നടത്തുന്നു. അടുത്ത ദിവസങ്ങളിൽ മാഷയും സെർജിയും തനിച്ചുള്ള ഒരു ദിവസം ഒരു ഡോക്ടറെ മാഷ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു. ഉദ്ദേശം സെർജിയുടെ ആരോഗ്യസ്ഥിതി തന്നെ. എന്നാൽ മാഷയുടെ കണക്കുകൂട്ടൽ വേറെ പലതുമാണ്. തൻ്റെ കാമുകൻ തന്നോട് എത്രമാത്രം സത്യസന്ധത പുലർത്തുന്നുള്ളത് അറിയാൻ വേണ്ടിയാണ്. ഇതെല്ലാം സെർജി മുൻകൂട്ടി മനസ്സിലാക്കുന്നു. കാര്യങ്ങളെല്ലാം ഇലയ്ക്കും മുള്ളിനും കേടുവരാതെ പരിഹരിക്കുന്നു. അടുത്ത ദിവസം തൻ്റെ ജോലി സ്ഥലത്ത് സെർജി തൻ്റെ കമ്പിക്കഥകളെല്ലാം തൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആളോട് പറയുന്നു. ഈ നിമിഷം വേറെ അവിടേക്ക് കടന്നു വരുന്നു. സെർജി വേറെയും കൊണ്ട് മാറി നിന്ന് സംസാരിക്കുവാൻ തുടങ്ങുന്നു. ഇത് ഇമവെട്ടാതെ നോക്കി നിൽക്കുന്ന സഹജോലിക്കാരനെ കണ്ടിട്ട് വേറെയും കൂട്ടി സെർജി നടക്കുവാൻ തുടങ്ങുന്നു. മനസ്സിനൊരല്പം ആശ്വാസമുണ്ടാകുമെന്ന് വിചാരിച്ച വേറയ്ക്ക് സെർജിയുമായുള്ള കൂടിക്കാഴ്ച മനോവിഷമം കൂട്ടുന്നതിനിടയാക്കുന്നു. അതുകൊണ്ട് തന്നെ വേറെ നേരെ ഡോക്ടറെ കാണുവാൻ വേണ്ടി പോകുന്നു. അങ്ങനെ ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം അടുത്ത ദിവസം സെർജിയെ കാണുന്നു വേറെ. സെർജിയുമായുള്ള സ്നേഹപ്രകടനങ്ങൾ വേറെ ആസ്വദിക്കുവാൻ തുടങ്ങുന്നു. മകളുടെ കണ്ണുവെട്ടിച്ചുള്ള കണ്ടുമുട്ടുകൾ വേറെയും സെർജിയും മതിവരുവോളം ആസ്വദിക്കുന്നു. എന്നാൽ പോകെ പോകെ സെർജിയുടെ നിരന്തരമായ ക്രൂരമായ തമാശകൾ പറയുകയും വേറെ പരിഹസിക്കുകയും ചെയ്യുന്നു. ഇതുമൂലം വേറയ്ക്ക് ഉള്ളിൽ ഒരു ഭയമുണ്ടാകുന്നു. സെർജി മൂലമാണ് തൻ്റെ ജീവൻ നഷ്ടപ്പെടുവാൻ പോകുന്നതെന്നുള്ള തോന്നൽ. അതുകൊണ്ട് തന്നെ ആരെയും വിശ്വസിക്കാൻ കഴിയാത്തൊരവസ്ഥയിലാണ് വേറെ. അടുത്ത ദിവസം താൻ ജോലി ചെയ്യുന്ന സ്കൂളിൻ്റെ ലബോറട്ടറിയിൽ നിന്ന് ഒരു വിഷക്കുപ്പി നഷ്ടമാകുന്നു. അവിടെ മാഷ ഉണ്ടായിരുന്നതായി വേറെ അറിയുന്നു. അതിവേഗം വീട്ടിലേക്ക് വരുന്ന വേറെ മകളുടെ നീക്കങ്ങൾ വീക്ഷിക്കുന്നു. മകളും കാമുകനും ചേർന്ന് തനിക്ക് പണി തരുമോ എന്നൊരു സംശയം ഉള്ളതുകൊണ്ട് തന്നെ മകളെ സൂക്ഷ്മമായി വേറെ നിരീക്ഷിക്കുന്നു. മകൾ പോയ തക്കം നോക്കി മാഷയുടെ റൂം പരിശോധിക്കുകയാണ് വേറെ. ഈ തക്കം നോക്കി മാഷ അവിടേക്ക് വരുന്നു. അമ്മയുടെ പെരുമാറ്റത്തിലും പ്രവൃത്തിയിലും സംശയം തോന്നിയ മാഷ കാര്യങ്ങൾ ചോദിച്ചറിയുന്നു. ഒന്നും വിട്ടുപറയാതെ സ്നേഹപ്രകടനങ്ങൾ കൊണ്ട് മകളെ സമാധാനിപ്പിക്കുകയാണ് വേറെ. തൊട്ടടുത്ത ദിവസം വീട്ടിൽ നിന്ന് വേറെ വിഷക്കുപ്പി കണ്ടുപിടിക്കുന്നു. മകളോട് ചോദിക്കണോ വേണ്ടയോ എന്ന സംശയത്തിലാണ് വേറെ. അടുത്ത ദിവസം രാവിലെ തന്നെ സെർജിയോട് കാര്യങ്ങളെല്ലാം വേറെ തുറന്നു പറയുന്നു. അതോടൊപ്പം വിഷക്കുപ്പിയും കാണിക്കുന്നു. മാഷ ഒരിക്കലും ഇത് ചെയ്യത്തില്ലെന്നുള്ള ഉറപ്പ് സെർജി വേറയ്ക്ക് നൽകുന്നു. ഇതെല്ലാം വേറെയുടെ മനസ്സിൻ്റെ തോന്നൽ മാത്രമാണെന്ന് സെർജി വേറെയെ പറഞ്ഞു മനസ്സിലാക്കുന്നു. അടുത്ത ദിവസം ഡോക്ടറെ കാണുന്ന വേറെ തൻ്റെ മാനസിക സ്ഥിതി വളരെ നല്ലതായെന്നുള്ള ഡോക്ടറിൻ്റെ നിഗമനം അവളെ സന്തോഷവതിയാക്കുന്നു.
തിരികെ വരുന്ന വഴിയിൽ സെർജിയെ തൻ്റെ സന്തോഷം അറിയിച്ച് വീട്ടിലേക്ക് മടങ്ങുന്നു. വീട്ടിലെത്തി തൻ്റെ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ മകളായ മാഷയെ കാണുന്നു. പെട്ടെന്ന് സെർജി അവിടേക്ക് വന്ന് അവളെ കൂട്ടിക്കൊണ്ടു പോകുന്നു. ദേഷിച്ച് വേറ അവരെ പിന്തുടരുന്നു. അവർ ഒന്നിച്ച കൂടിക്കാഴ്ചയിൽ വേറ വളരെയധികം അസൂയാലുവാകുന്നു. പെട്ടെന്ന് വേറയുടെ മാനസിക സ്ഥിതി മോശമാകുന്നു. ആത്മഹത്യ ചെയ്യുവാൻ വേണ്ടി പോകുന്നു. സത്യങ്ങൾ മനസ്സിലാക്കിയ സെർജിയും മാഷയും അമ്മയെ രക്ഷിക്കുവാൻ വേണ്ടി വലിയ പരിശ്രമത്തിനു ശേഷം വേറയെ രക്ഷിക്കുന്നു. പിന്നീട് അവർ അമ്മയ്ക്കുള്ളത് അമ്മയ്ക്കും മകൾക്കുള്ളത് മകൾക്കും എന്ന ധാരണയിൽ ജീവിച്ചു പോകുന്നു. ശുഭം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കല്ലേ. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ശുഭരാത്രി. താങ്ക് യു.